ലളിതമായ ഒരു തീരുമാനം പോലും എടുക്കാനുള്ള കഴിവില്ലായ്മയാണ് തങ്ങളുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണമെന്നുള്ളത് ചിലർ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കില്ല. അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾക്ക് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാം. അതിന് നമുക്ക് ഒരുപാട് സമ്മർദ്ദവുമുണ്ട്. പക്ഷേ ജീവിതം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അത് സന്തോഷമായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മൾക്ക് വരുന്നതൊക്കെ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. നമ്മളതിനെ ജീവിതത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകൾക്കൊപ്പം നമ്മളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നൊരു യാത്രയാണ്. അതിൽ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാവും, താഴ്ചകൾ ഉണ്ടാവും. നിലവിലെ സാഹചര്യം മോശമാണെന്ന് വെച്ചിട്ട് അതന്നെ ആയിരിക്കില്ല നമുക്ക് ജീവിതാവസാനം വരെ. ആ സാഹചര്യവും മാറും. നമുക്ക് ആ സാഹചര്യത്തിനെ മറികടക്കാനുള്ള നമ്മളുടെ ഉള്ളിലെ കഴിവിനെ നമ്മൾ മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം. അത് ഇനിയിപ്പോൾ നമ്മളൊന്നും കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ ഇരുന്നാലും കൂടി ആ പ്രശ്നം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവും. നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്നുകിൽ നമുക്ക് ആ പ്രശ്നത്തെ നേരിടാം, ധൈര്യമായി നേരിടാം. നമ്മൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ദുരിതം വരുമ്പോൾ നമ്മൾ അതിനെ കണ്ടിട്ട് ഓടാതിരിക്കുക. നമ്മളതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായാൽ മതി. നമ്മളതിനെ ധൈര്യമായി ഫേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പ്രശ്നത്തെ മറികടക്കാനുള്ളൊരു ഊർജം നമ്മുടെ ഉള്ളിൽ വരും. ചില ആളുകൾ അവരുടെ കഴിവുകൾ മുഴുവൻ, അതായത് ഒരു കഴിവുകളും തിരിച്ചറിയാതെ അവർ വെറുതെ അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, അത് അവർ തിരിച്ചറിയുന്നത് പോലുമില്ല. അവരെ ജീവിതാവസാനം വരെ അവരവരുടെ ഒരു ഉള്ളിലേക്ക് നോക്കാതെ, അല്ലെങ്കിൽ അവരെ കഴിവുകളിലേക്ക് നോക്കാതെ അവർ ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കുന്നു. എന്തൊരു ദുരന്തമാണതല്ലേ. നമ്മൾക്ക് ആവശ്യം ചിന്തകളല്ല. നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ചെയ്യാൻ കിട്ടും, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ പോയി അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും. പക്ഷെ പ്രവർത്തിക്കാൻ ആരും തയ്യാറല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10% ചിന്തിക്കേണ്ടുള്ളൂ. ബാക്കി 90% പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും നമുക്ക് മറികടക്കാൻ എളുപ്പമായിരിക്കില്ല. പെട്ടെന്നൊന്നും നമ്മുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പരിഹരിച്ച് എന്താ പറയുക, സഡനായിട്ടൊന്നും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. പക്ഷെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് എന്തായാലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരിക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിലെയോ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് പിരിമുറുക്കം മാറ്റാനുള്ള ഒരു പ്രധാന ഉപകരണമാണ് നമ്മൾ എന്തിലേലും ഫോക്കസ്ഡ് ആവുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസായി നമ്മൾ അതിലേക്ക് ലക്ഷ്യം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൂടെ വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ മുന്നിലൊരു നമുക്ക് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളതിലേക്ക് മാത്രമായിട്ട്, അപ്പം നമ്മളുടെ പിരിമുറുക്കത്തെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ജീവിതം ഒരു എന്താ പറയുക യാത്രയാണ്. അത് അനുഭവിക്കാനുള്ളതാണ്. നമ്മൾക്കുള്ളതൊക്കെ അനുഭവിക്കുക തന്നെ വേണം. പ്രശ്നങ്ങൾ വന്നു വെച്ചിട്ട് അതിലെ പേടിച്ച് ഓടാതിരിക്കുക.